ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ദീപാവലി സ്പെഷ്യൽ റെസിപ്പിയാണ്. തട്ട എന്ന് പറയും. വളരെ ക്രിസ്പി ആയിട്ടുള്ള കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കുന്ന ഒരു പലഹാരമാണ് ഈ തട്ട. അപ്പോൾ നമ്മൾ ദീപാവലിക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കും പോലെ നമുക്ക് എരിവുള്ള ഈ തട്ടയും ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ മതിയാകും, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് സ്വീറ്റ് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ആപ്പിൾ പേട, അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. അത് കൂടാതെ കേസരിയുടെ റെസിപ്പി, പിന്നെ മുറുക്കുണ്ടാക്കുന്നത്, അതെല്ലാം തന്നെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ നമുക്കൊട്ട് സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എന്ന് നോക്കാം. നെക്സ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു തട്ടയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്, തട്ട എന്ന് പറയുന്ന ഒരു സ്നാക്ക്. അപ്പോൾ അതിന് ഇവിടെ പച്ചരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള പച്ചരിപ്പൊടി. പാക്കറ്റിൽ വാങ്ങുന്ന പൊടി നമുക്കെടുക്കാം. നല്ല നൈസായിട്ടുള്ള വറുത്ത പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇടിയപ്പ പൊടിയോ പത്തിരിപ്പൊടിയോ ഒക്കെ നമുക്കിതിന് വേണ്ടി എടുക്കാം. പിന്നെ അതിൽ ഇത് 2 കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പൊരിക്കടല പൊടിച്ച് അരിച്ച് എടുത്തതാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, അതും ഇതുപോലെ ഞാൻ വറുത്ത് പൊടിച്ചെടുത്ത പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്ത് നമുക്കൊന്ന് വറുത്ത് പൊടിച്ച് അരിച്ച് എടുക്കുമ്പോൾ അതുപോലെ കിട്ടും. ഒരല്പം തരികൾ ബാക്കി വരും, അത് ഞാൻ കളഞ്ഞു. ഇത് നല്ല നൈസായിട്ടുള്ള കുതിർത്തിയ കടലപ്പരിപ്പ്, അതും ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പും ചേർത്തു. ഇപ്പോൾ നമുക്ക് മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എള്ള്, പിന്നെ ഞാൻ ഒരു 1/4 കപ്പ് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ഓയിലും ചേർത്ത് കൊടുത്തു, എള്ള് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ കൈവച്ച് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാനിത് കുഴയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അരച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് ആ വെള്ളത്തിന് അരിച്ചെടുത്തു. എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് കുഴയ്ക്കാം. അപ്പോൾ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കിട്ടും. വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർക്ക് അത് ചേർക്കണ്ട, വെറുതെ വെറും വെള്ളം ഒഴിച്ചാൽ മതി. വെളുത്തുള്ളി ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഈ മാവ് നന്നായിട്ട് കുഴച്ച് ഈ ഒരു ഇതുപോലെ എടുത്തു നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴയ്ക്കാം. കുറച്ച് ഓയിൽ കയ്യിലെടുത്ത് നന്നായിട്ടിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ച് വെക്കണം. ഇനി നമുക്കിതുപോലെ ഒരു ഷീറ്റ്, ഏതെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിലിതുപോലെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കണം. ഇതുപോലെ പ്രസ് ചെയ്ത് എടുക്കാം. ഇതുപോലെ എടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു പേപ്പറിൽ ഇതുപോലെ 2 എണ്ണം വെച്ച് പ്രസ് ചെയ്തെടുത്തു. ഇത് കുറച്ചുകൂടി ചെറിയ സൈസ്. ഒരു പ്രാവശ്യത്തത് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ഇതുപോലെ എടുത്ത് വയ്ക്കാം, ചെയ്ത് വയ്ക്കാം. വേണ്ടെന്ന് നോക്കാം. സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു തട്ടയാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ഹാപ്പി ദിവാലി ടു എവ്രി വൺ.